സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന സംഘടന, അതിന്റെ സംഘടനയെ നേതാക്കന്മാരായി തെരഞ്ഞെടുത്താൽ അവർ നമ്മുടെ നേതാക്കന്മാരാണ്. അവർ പറഞ്ഞ് നമ്മൾ അനുസരിക്കുക, അങ്ങനെ പോകേണ്ടതാണ്. അതാണ് ബഹുമാനപ്പെട്ട വരക്കൽ മല്ലക്കത്തോയ ഈ പറഞ്ഞ മുസ്ലിയാർ അബ്ദുൽ വാരി മുസ്ലിം. ഇന്നിപ്പോ സമസ്തയുടെ പ്രസിഡന്റായിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. നമ്മളാരും തരം താഴ്ത്തി പറയരുത്, വേറെ തങ്ങന്മാരും തരം താഴ്ത്തരുത്, സാധാത്യങ്ങളാരും തരം താഴ്ത്തരുത്. അപ്പോൾ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന വരക്കൽ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ 3 തങ്ങന്മാരാണ് സമസ്തക്ക് പ്രസിഡന്റായി വന്നത്. ഒന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ഒന്ന് അസൂരി തങ്ങൾ, ഇപ്പൊ നമ്മളെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അയാളാണ് വന്നത്. ജിഫ്രിയെ സംബന്ധിച്ചിടത്തോളം കുറെ എനിക്കറിയാം. 15 വർഷക്കാലത്തോളം എൻ്റെ നാട്ടിൽ താമസിക്കുന്നു. അതിൻ്റെ എല്ലാ അനുഭവമുണ്ട് പല വിഷയത്തിലും. സമസ്തൻ്റെ പ്രസിഡന്റ് ആടിന് മുമ്പ്, കാര്യങ്ങൾ കാണുന്നതിന് മുമ്പൊക്കെ ഞങ്ങൾ രോഹിക്കാരാണ്. അപ്പം ഈ മഹാനായതായിരിക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങള് സമസ്തൻ്റെ പ്രസിഡന്റായി വന്നപ്പോൾ നമ്മൾ പിന്നെ സമസ്തൻ്റെ പ്രസിഡന്റായല്ലേ, സമസ്തനെ അംഗീകരിക്കുന്നതോട് അയാളെ പ്രസിഡന്റ് നമ്മൾ അംഗീകരിക്കണം. അങ്ങനെയുള്ള ആളുകളുടെ നേതൃത്വത്തിലായി നമ്മൾ പോകണം. അതിനൊരു തകരാറൊന്നും വരാൻ പാടില്ല. പിന്നെ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ അതിൽ നമ്മൾ വിഘടിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ നശിച്ചു പോകുന്ന ഇസ്ലാം ദീനാണ്. പിന്നെ ഇസ്ലാമിൻ്റെ വളർച്ച മുരടിച്ചു പോകും. അത് മുരടിച്ചു പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാവരും ഒറ്റക്കെട്ടമായി സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹന്നാസു കുല്ലുഹും വഇദാ ഫസദ ഫസദന്നാസു കുല്ലുഹും. പറഞ്ഞില്ലേ, 2 വിഭാഗം ഉമ്മത്തികളിൽപ്പെട്ട ആൾക്കാർ ഇതാ സലഹന്നാസു കുല്ലുഹും, അത് രണ്ടും ശരിയായാൽ ഒരു പ്രശ്നവുമില്ല. വഇദാ ഫസദ ഫസദന്നാസു കുല്ലുഹും, ആൾക്കാർ മുഴുവനും കേടുവരും. ആ കേടുവന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനം നമ്മളെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. നമ്മൾ ഒറ്റക്കെട്ടായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാരായി മുന്നോട്ട് പോകണം. നാട്ടിലും എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തനം ഉണ്ടാകണം. അത് നമ്മൾ ചിന്ന ഭിന്നമായി പോകരുത്. അതിൻ്റെ കേട് ദീനിനായിരിക്കുമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. പിന്നീട് ദീർഘിച്ച് സംസാരിക്കേണ്ട സമയമല്ല. ഞങ്ങളോട് പലപ്പോഴും സംസാരിക്കും.